നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു കാര്യം എനിക്ക് പറയുവാനുണ്ട്. എല്ലാവരും എൻ്റെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ ഇടണം. കമൻറ്റുകൾ പോരായ്മയുണ്ടെങ്കിൽ അത് ഇടണം, അതെനിക്ക് പരിഹരിക്കാനും സാധിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും എന്നോട് സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അടിസ്ഥാന പാഠാവലിയിലെ നടക്കുംതോറും തെളിയും വഴികൾ എന്ന യൂണിറ്റിലെ മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ പാഠം ആടുജീവിതം എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ആടുജീവിതം നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുള്ള ഒരു പദപ്രയോഗം തന്നെയാണ്, ശരിയല്ലേ? ഈ നോവൽ എഴുതിയിരിക്കുന്നത് ബെന്യാമിൻ ആണ്. അദ്ദേഹം മലയാളത്തിലെ ഒരു ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ്. അദ്ദേഹത്തിൻ്റെതായിട്ട് നിരവധി സാഹിത്യകൃതികൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ ചിലതിൻ്റെ പേര് ഞാൻ പറയാം. പ്രവാചകരുടെ 2ാം പുസ്തകം, പിന്നെ നമ്മുടെ ആടുജീവിതം, മഞ്ഞവെയിൽ മരണങ്ങൾ, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. നമുക്ക് പഠിക്കാനുള്ള മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന പാഠം യഥാർത്ഥത്തിൽ നടന്ന ജീവിത കഥയുടെ അടിസ്ഥാനത്തിൽ നോവലിസ്റ്റിന്റെ സർഗാത്മകതയും കൂടി ചേർത്ത് രചിച്ചിട്ടുള്ളതാണ്. 2008 ആടുജീവിതം എന്ന നോവൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ അത് ലക്ഷക്കണക്കിന് വായനക്കാർ വായിക്കുകയുണ്ടായി. മനസ്സിൽ പതിയുന്ന, മനസ്സിനെ സ്പർശിക്കുന്ന ഒരു ജീവിതകഥ. ആ ജീവിതകഥയിലൂടെ ഒരു അതിജീവനത്തിന്റെ കഥയാണ് നോവലിസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ, ഒഴിവ് വരുമ്പോൾ ഈ പുസ്തകം നിങ്ങൾ എടുത്ത് വായിക്കേണ്ടതാണ്. ആടുജീവിതം. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോകാം. നാട്ടിൽ മണൽവാരൽ തൊഴിലാളിയായിരുന്നു നജീബ്. ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഏറെ പ്രതീക്ഷകളോടെ ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. കൂടെ പരിചയക്കാരനായ ഹക്കീമും. ബോംബെ വഴി സൗദി അറേബ്യയിലേക്ക് പുറപ്പെടുന്ന അവർക്ക് അയൽക്കാരനായിരുന്ന ശശി ബോംബെയിൽ വച്ച് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു. റിയാദിൽ വിമാനമിറങ്ങിയ അവർ എയർപോർട്ടിൽ ഏറെ നേരം അർബാബിനെ, അതായത് സ്പോൺസറെ കാത്തിരുന്നു. ഇതിനിടയിൽ അവിടെ എത്തിയ ആൾ തങ്ങളുടെ അർബാബാണെന്ന് കരുതി രണ്ടുപേരും അയാൾക്കൊപ്പം പോകുന്നു. ഇതാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ സന്ദർഭം. ഒരു നാട്ടിൽ മണൽവാരൽ തൊഴിലാക്കിയ ഒരു പാവം മനുഷ്യൻ നജീബ് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചപ്പോൾ ഗൾഫിലേക്ക് പോകാൻ അയാൾ തീരുമാനിക്കുന്നു. ഗൾഫിൽ പോയാൽ നല്ല ജോലി കിട്ടും, നല്ല പണം കിട്ടും. അതുവഴി തൻ്റെ കുടുംബത്തെ എല്ലാ തരത്തിലും തനിക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു വിശ്വാസത്തിൽ നജീബ് സൗദി അറേബ്യയിലേക്ക്, ഗൾഫിലേക്ക് പുറപ്പെടുന്നു. ഗൾഫിൽ റിയാദിൽ വിമാനമിറങ്ങിയ അയാൾക്ക് കൂടെ ഹക്കീം എന്നൊരാളും ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ ശരിയായ അർബാബിനെ, അർബാബ് എന്ന് വെച്ചാൽ യജമാനൻ അല്ലെങ്കിൽ മുതലാളി ഒക്കെയാണ്, ആ അർബാബിനെ കണ്ടെത്താൻ, തങ്ങളുടെ ശരിയായ അർബാബിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ അവിടെ വന്ന അവരുടേതല്ലാത്ത ഒരു അർബാബിനോടൊപ്പം അത് തങ്ങളുടെ അർബാബാണെന്ന് വിചാരിച്ച് യാത്ര പുറപ്പെടുകയാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അങ്ങനെ എയർപോർട്ടിൽ നിന്നും അവർ രണ്ടുപേരും, ഹക്കീമും നജീബും, പുറത്തേക്കിറങ്ങുകയാണ്. അവിടെ
ഒരു വണ്ടി, അർബാബ് കൊണ്ടുവന്ന ഒരു വണ്ടി കിടപ്പുണ്ട്. ആ വണ്ടിയിലേക്കാണ് അവർ പോകുന്നത്. അവർ യാത്ര ചെയ്യാൻ പോവുകയാണ്. അവരുടെ യാത്രയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. നജീബ് പറയുന്നു ഈ വണ്ടി കണ്ടിട്ട്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു വണ്ടിയായിരുന്നു എൻ്റെ അർബാബിൻ്റേത്. ഡോറും ബോണറ്റും ടോപ്പുമൊക്കെ പെയിന്റ് ഇളകി തുരുമ്പ് പിടിച്ചിരിക്കുന്നു. ഡോറുകളുടെ ലോക്ക് നഷ്ടപ്പെട്ട് കയറുകൊണ്ട് കെട്ടിവച്ചിരിക്കുകയാണ്. സീറ്റിന്റെ കുഷ്യനിളകി സ്പ്രിങ്ങുകൾ വെളിയിൽ കാണാമായിരുന്നു. എത്ര ശോചനീയമായ അവസ്ഥയാണ് അല്ലേ ആ വണ്ടിയുടേത്. ഇതുപോലെയുള്ള വണ്ടി ആരെങ്കിലും ഉപയോഗിക്കുമോ? എല്ലാ തരത്തിലും വളരെ മോശകരമായ ഒരു വണ്ടി. ആ വണ്ടിയുമായിട്ടാണ് നജീബിനെയും ഹക്കീമിനെയും കൊണ്ടുപോകാനായിട്ട് ഈ അർബാബ് എത്തിയിരിക്കുന്നത്. വണ്ടി കണ്ടപ്പോൾ തന്നെ നല്ല ശുഭകരമായ അവസ്ഥ അല്ലേ? അശുഭകരം എന്ന് തന്നെ പറയാം. വണ്ടിക്ക് അടുത്തെത്തിയതും അർബാബ് എൻ്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പുറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരു ഏറു വെച്ചു കൊടുത്തു. വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ അർബാബ് എന്താണ് ചെയ്തത്? നജീബിന്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. ആ ബാഗ് വണ്ടിയുടെ തുറന്ന ഭാഗമാണ് പുറകില്. അങ്ങോട്ടേക്ക് എടുത്തു വയ്ക്കുകയല്ല ചെയ്തത്, ഒരു ഏറു കൊടുത്തു. അയാൾക്ക് തിടുക്കമാണ്, തിരക്കാണ്. അർബാബ്, എൻ്റെ ഉമ്മ തന്നയച്ച മീനച്ചാർ, എൻ്റെ സൈനുവിൻ്റെ നാരങ്ങ അച്ചാർ, എൻ്റെ ചങ്ക് പൊള്ളിപ്പോയി. ആ ബാഗിൻ്റെ ഉള്ളിൽ നജീബിൻ്റെ ഉമ്മയും ഭാര്യയും സ്നേഹത്തോടെ കൊടുത്തയച്ച അച്ചാറുകൾ ഉണ്ടായിരുന്നു. വലിച്ചെറിഞ്ഞാൽ ഒരുപക്ഷെ ആ അച്ചാറ് കുപ്പികൾ പൊട്ടിപ്പോയേക്കാം. അതോർത്തിട്ട്, അവർ സ്നേഹത്തോടെ തന്നയച്ച അച്ചാറുകൾ പൊട്ടിപ്പോയേക്കുമെന്ന് ഓർത്തിട്ട് നജീബിന്റെ ചങ്ക് പൊള്ളിപ്പോയി, ഹൃദയം നുറുങ്ങിപ്പോയി. ഹക്കീമിന്റെ ബാഗ് തട്ടിപ്പറിക്കുന്നതിന് മുൻപ് അവനത് ഓടിക്കൊണ്ടുപോയി പിറകിൽ വെച്ചു. ഹക്കീമിന് മനസ്സിലായി അടുത്തത് തന്റെ ബാഗാണ് വലിച്ചെറിയാൻ പോകുന്നത് എന്ന്. അപ്പൊ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അവൻ ഓടിപ്പോയി അവന്റെ ബാഗ് ആ പുറകിൽ കൊണ്ടുവച്ചു. അവന്റെ കയ്യിൽ അച്ചാറും വെളിച്ചെണ്ണയും അടക്കം കുപ്പി ഐറ്റംസ് കുറേയേറെ ഉണ്ടായിരുന്നു. നജീബിന്റെ ബാഗിൽ മാത്രമല്ല അച്ചാറുകൾ ഉള്ളത്, ഹക്കീമിന്റെ ബാഗിലുമുണ്ട്. നമുക്കറിയാം, വിദേശത്തേക്കോ അല്ലെങ്കിൽ ദൂരദേശങ്ങളിലേക്കോ പോകുന്നവർക്ക് നമ്മൾ വീട്ടിൽ നിന്നും സ്നേഹത്തോടെ പല ഭക്ഷ്യവസ്തുക്കളും തയ്യാറാക്കി, കേടുവരാത്ത ഭക്ഷ്യവസ്തുക്കൾ തയ്യാറാക്കി അവരുടെ കൈവശം കൊടുത്തയക്കും. അവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം കഴിക്കാനായിട്ട്. ഇപ്പം ഇവിടെ ഹക്കീമിന്റെ ബാഗിലും ധാരാളം കുപ്പി ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് എറിഞ്ഞാൽ പൊട്ടിപ്പോകും, അതുകൊണ്ടാണ് അവൻ ഓടിക്കൊണ്ടുപോയി അത് വെച്ചത്. അർബാബ് ഡ്രൈവർ വശത്തെ വാതിൽ തുറന്ന് സീറ്റിലേക്ക് ചാടിക്കയറിയിരുന്നു. അയാൾക്ക് തിടുക്കം തന്നെ അല്ലേ? തുടക്കം തൊട്ട് നമ്മൾ കാണുന്നത് അയാളുടെ ആ തിടുക്കമാണ്, തിരക്കാണ്. അയാള് വളരെ വേഗതയിൽ ആ വണ്ടിയുടെ ഉള്ളിലേക്ക്, സീറ്റിലേക്ക് കയറി ഇരുന്നു. അയാളാണ് വണ്ടി ഓടിക്കുന്നത്. സത്യത്തിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾക്ക് കൂടി ഇരിക്കാനുള്ള സ്ഥലമേ ക്യാബിന്റെ ഉള്ളിലുള്ളൂ. ആ വണ്ടിയിൽ ഡ്രൈവർക്കും പിന്നെ ഒരാൾക്കും കൂടി ഇരിക്കാം. 3 പേർക്ക് ഇരിക്കാൻ സാധിക്കുകയില്ല. ഞാനും ഹക്കീമും കൂടി, ഞങ്ങൾ 2 പേരുണ്ടല്ലോ, എങ്ങനെ അതിൻ്റെ അകത്ത് ഇരിക്കും? എങ്ങനെയെങ്കിലും ഞെങ്ങി ഞെരുങ്ങി ഇരിക്കാം. ഞാൻ മറു ഡോർ തുറക്കാൻ ആഞ്ഞതും അർബാബ് എന്തോ ഒന്ന് അലറി. നജീബ് ആ ഫ്രണ്ടിലെ ക്യാബിനിലേക്ക് കയറാൻ വേണ്ടി മറുവശത്തെ ഡോറ് തുറന്നപ്പോൾ അത് കണ്ട അർബാബ് അലറുകയാണ്. ഞാൻ ഞെട്ടി പിറകോട്ട് മാറി. ആ അലർച്ചയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിയിട്ട് കുറച്ച് പുറകോട്ട് മാറി. അർബാബ് പിറകിലേക്ക് കൈ ചൂണ്ടി, പുറകിലേക്ക് കൈ ചൂണ്ടുകയാണ്. എന്തിനാണ് പുറകിലേക്ക് കൈ ചൂണ്ടുന്നത്? പുറകിൽ ആ തുറന്ന ഭാഗത്ത് പോയി ഇരിക്കുവാനാണ് അയാൾ പറയുന്നത്, കൈ ചൂണ്ടുന്നത്. പക്ഷെ ഒന്നും മനസ്സിലാവാതെ ഞങ്ങൾ ഡോറിൽ പിടിച്ചു തന്നെ നിന്നു. അർബാബ് പറഞ്ഞതും കൈ ചൂണ്ടിയതും എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അർബാബ് പിന്നെയും കൈ ചൂണ്ടി, പുറകിലേക്ക് കൈ ചൂണ്ടി. യാ അള്ള എന്ന് അയാൾ അലറി. അയാൾ വീണ്ടും അലറുകയാണ്. യാ അള്ള എന്ന് പറഞ്ഞിട്ടാണ് അലറുന്നത്. അയാൾക്ക് ദേഷ്യം പരമാവധി വന്നിരിക്കുകയാണ്.
പിന്നെ കോപത്തോടെ വാതിൽ തുറന്നിറങ്ങി വന്ന് എന്റെ കൈ പിടിച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി പിറകുവശത്തെ തുറന്ന ക്യാബിനിലേക്ക് തള്ളി. പിന്നെ അയാൾ ദേഷ്യത്തോടെ പുറത്തിറങ്ങി വന്ന് പുറത്തു നിന്ന നജീബിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറകിലേക്ക് കൊണ്ടുപോയിട്ട് ആ പുറകുവശത്തെ തുറന്ന ക്യാബിനിലേക്ക് ഒരു തള്ളു വെച്ചു കൊടുത്തു. അത് കണ്ട് ഹക്കീം അവിടേക്ക് ചാടിക്കയറി. ഇപ്പോഴും ഹക്കീം സന്ദർഭോചിതമായി പ്രവർത്തിക്കുകയാണ്. നജീബിനെ തള്ളിക്കയറ്റിയപ്പോൾ ഹക്കീമിന് മനസ്സിലായി അടുത്തത് തന്നെയും അങ്ങനെ തന്നെ ചെയ്യുമെന്ന്. അതിനിട വരാതെ അവൻ ഓടി ആ വണ്ടിയിൽ കയറി. അർബാബ് തിടുക്കത്തിൽ ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചുപോയി. അവരെ രണ്ടുപേരെയും പുറകിൽ കയറ്റിയിട്ട് അയാൾ തിടുക്കത്തില് വേഗത്തില് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചുപോയി. അയാൾക്ക് നല്ല തിടുക്കമുണ്ട്. അതിന് കാരണം ഒരു പക്ഷേ ഈ നജീബിന്റെയും ഹക്കീമിന്റെയും യഥാർത്ഥ അർബാബ് അയാളല്ലല്ലോ. അതുകൊണ്ട് ഇവരെ എത്രയും വേഗം തന്റെ ജോലി സ്ഥലത്തേക്ക് എത്തിക്കണം. ഒരു പക്ഷേ ശരിയായ അർബാബ് വന്നാൽ ഇവരെ തനിക്ക് കിട്ടാതിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കാം അയാൾക്ക് ഈ ദേഷ്യവും വേഗതയും എല്ലാം വരാനുള്ള കാരണം. എന്തായാലും അവരെ രണ്ടുപേരെയും കൊണ്ട് ആ വണ്ടി അവിടെ നിന്ന് പുറപ്പെട്ടു. വണ്ടിയുടെ പിൻഭാഗത്ത് 2-3 വലിയ അലൂമിനിയം പാത്രങ്ങളും കുറച്ചു പുല്ലും കുറെ ചാക്കുകെട്ടുകളും ഉണ്ടായിരുന്നു. സൈഡിലെ അഴിയിൽ പിടിച്ച് വല്ല വിധേനയും ഞങ്ങൾ അവിടെ ഇരുന്നു. ഏതോ പുരാതന ലോകത്തു നിന്നും ഇറക്കിക്കൊണ്ടുവന്നതുപോലെ പഴഞ്ചനായിരുന്നെങ്കിലും വണ്ടിക്ക് നല്ല സ്പീഡുണ്ടെന്ന് എനിക്ക് തോന്നി. ഇവിടെ വണ്ടിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കൂ, ഏതോ പുരാതന ലോകത്തു നിന്നും. അത്രമാത്രം പഴക്കമുണ്ട് ഈ വണ്ടിക്ക്, വളരെ വളരെ പഴക്കമുണ്ട്. പുരാതന ലോകത്തു നിന്നും വന്നതുപോലെ പഴഞ്ചനാണ് ഈ വണ്ടിയെങ്കിലും ഇതിന് വേഗതയുണ്ടെന്ന് സ്പീഡുണ്ടെന്ന് നജീബിന് തോന്നുകയാണ്. അതിന്റെ ഇരമ്പലും ചിലക്കലും മാത്രമായിരുന്നു അതികഠിനം. പഴഞ്ചൻ വണ്ടിയായതുകൊണ്ട് അതിന് ഭയങ്കര ഇരമ്പലുമായിരുന്നു, ശബ്ദവുമായിരുന്നു. അതൊരു അതികഠിനമായ ഒന്നു തന്നെയായിരുന്നു. എന്നാൽ എയർപോർട്ട് വഴിവിട്ട് പ്രധാന നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ശരിക്കുള്ള വേഗം എനിക്ക് ബോധ്യപ്പെട്ടത്. നജീബ് വിചാരിച്ചത് ഈ വണ്ടിക്ക് നല്ല സ്പീഡ് ഉണ്ട് എന്നുള്ളതാണല്ലോ. പക്ഷേ എയർപോർട്ടിന്റെ വഴി വിട്ട് പ്രധാന റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ നജീബിന് ഒരു കാര്യം ബോധ്യമായി, വണ്ടിയുടെ വേഗത എങ്ങനെയാണെന്ന്. ആ വണ്ടിയുടെ വേഗതയെക്കുറിച്ച് ഇവിടെ പറയുന്നത് നോക്കൂ. 100 കണക്കിന് വാഹനങ്ങൾ അതിനെ നിർദാക്ഷിണ്യം പിന്തള്ളിക്കൊണ്ടിരുന്നു. നിർദാക്ഷിണ്യം, യാതൊരു ദയയുമില്ലാതെ ആ റോഡിലൂടെ, ആ വഴിയിലൂടെ പോകുന്ന 100 കണക്കിന് വാഹനങ്ങൾ നമ്മുടെ ഈ പഴഞ്ചൻ വാഹനത്തെ പിന്തള്ളിക്കൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ വരുന്ന വാഹനങ്ങൾ മുന്നിൽ കയറി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ വാഹനത്തിന് വേഗതയുണ്ടോ? ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. വരുന്ന വണ്ടികളെല്ലാം വേഗത്തിൽ വന്ന് മുമ്പിൽ കയറി പോവുകയാണ്. അത് ആകെ പിന്തള്ളുന്നത് സ്വന്തം പുകക്കുഴൽ ഊതിവിടുന്ന കരിമ്പുക മാത്രം. എന്തായാലും വണ്ടി ഒരു കാര്യം പിന്തള്ളുന്നുണ്ട്, പുറകിലേക്ക് വിടുന്നുണ്ട്. എന്താണ്? അതിന്റെ കരിമ്പുക, കറുത്ത പുക, അതുമാത്രം. അപ്പൊ ചുരുക്കത്തിൽ ഈ പഴഞ്ചാടൻ വണ്ടിക്ക് ഒട്ടും തന്നെ വേഗതയില്ല, വലിയ അലോസരപ്പെടുത്തുന്ന ശബ്ദങ്ങളുമുണ്ട്. ഇങ്ങനെയൊക്കെ ഈ വണ്ടിയിൽ അവർ പോവുകയാണ്. ഗൾഫിന്റെ വീഥികളിലൂടെയുള്ള എൻ്റെ ആദ്യ യാത്ര. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് നജീബ് നാട്ടിൽ നിന്നും വന്നിട്ടുള്ളത്. ഗൾഫ്, ആ സുന്ദര സ്വപ്നം, തൻ്റെ ജീവിതത്തെ വളരെയധികം ഭംഗിയുള്ളതാക്കാൻ, സമ്പന്നമാക്കാൻ പോകുന്ന ആ ഗൾഫ്, ആ സ്വപ്നങ്ങളും മനസ്സിൽ വച്ചുകൊണ്ട് ഇവിടെ എത്തിയ നജീബ് ഗൾഫിന്റെ വീഥികളിലൂടെ, വഴിയിലൂടെ അങ്ങനെ പോവുകയാണ്. എൻ്റെ ആദ്യ യാത്ര. അതിങ്ങനെ തുറന്ന വണ്ടിയിലായത് എന്നെ കുറച്ച് വേദനിപ്പിച്ചെങ്കിലും കൂടുതൽ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യം എനിക്കൊരു വിഷമമുണ്ടായിരുന്നു, ഈ കൊള്ളുകയില്ലാത്ത പഴഞ്ചാടി വണ്ടിയുടെ തുറന്ന ഭാഗത്ത് യാത്ര ചെയ്തത്. അതെന്നെ കുറച്ച് വിഷമിപ്പിച്ചു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കാര്യം തന്നെ, ഈ തുറന്ന വണ്ടിയിൽ യാത്ര ചെയ്യാൻ സാധിച്ചത് എന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ സന്തോഷിപ്പിച്ചത്? നമുക്ക് നോക്കാം. വഴിയുടെ ഇരുഭാഗത്തുമുള്ള നീളൻ കെട്ടിടങ്ങളുടെയും
പ്രഭാപൂരത്തിന്റെയും കാഴ്ചയത്രയും അതിന്റെ മനോഹാരിത തെല്ലും ചോരാതെ കാണാൻ അതുകൊണ്ട് മാത്രം എനിക്കു കഴിഞ്ഞു. വണ്ടിയുടെ പുറകിലാണല്ലോ, അത് തുറന്ന സ്ഥലമാണ്, യാതൊരു തടസ്സവുമില്ല. അപ്പോ ഗൾഫിലെ ആ നീളൻ വഴികളിലെ ഇരുഭാഗത്തുമുള്ള നീളൻ കെട്ടിടങ്ങളും അതിന്റെ പ്രഭാപൂരവും, വലിയ വലിയ കെട്ടിടങ്ങളാണ് നിറച്ച്, അതിൽ നിറച്ച് ലൈറ്റുകളുണ്ട്, വെളിച്ചമുണ്ട്. ആ പ്രഭാപൂരത്തിന്റെയും കാഴ്ച എനിക്ക് അതിന്റെ മനോഹാരിത ഭംഗി ഒട്ടും ചോരാതെ ഒട്ടും കുറയാതെ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് പിന്നീട് സന്തോഷിച്ചത്. അർബാബിനൊപ്പം മുൻ സീറ്റിലാണ് ഞാൻ ഇരുന്നതെങ്കിൽ എനിക്ക് ഗൾഫിനെ അതിന്റെ പൂർണ്ണതയിൽ ഇങ്ങനെ കാണാൻ കഴിയുമായിരുന്നോ? ചിന്തിക്കുകയാണ്. ഞാൻ മുൻ സീറ്റിൽ ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് ഈ ഗൾഫിന്റെ ഭംഗി, ഇപ്പോൾ കണ്ട ഈ ഭംഗി എനിക്ക് പൂർണ്ണമായിട്ടും കാണാൻ ആസ്വദിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ നന്നായി എന്തുകൊണ്ടും പുറകിലേക്ക് വന്നത്. വഴിയിൽ രാത്രി പിറന്നിരുന്നതുകൊണ്ട് മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആർക്കും ഞങ്ങളെ കാണാനും കഴിയുമായിരുന്നില്ല. നല്ല രാത്രിയായി കഴിഞ്ഞിരിക്കുന്നു. എത്ര നേരം ആ പിന്നിലിരിപ്പ് യാത്ര നീണ്ടെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. യാത്ര തുടങ്ങിയിട്ട് കുറേ നേരമായി, അത് എത്ര സമയമായി എന്നെനിക്ക് ഒരു നിശ്ചയവുമില്ല. ഹക്കീമിന് ഒട്ടുമേ നിശ്ചയമുണ്ടായിരിക്കില്ല. നഗരത്തിന്റെ പ്രഭാപൂരം പതിയെ അസ്തമിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നജീബ് കണ്ട് ആസ്വദിച്ച ആ പ്രഭാപൂരം, ആ വെളിച്ചം അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ അവസാനിക്കുക, അസ്തമിക്കുകയായിരുന്നു. നീളൻ പാതകൾ നഗരം വിട്ടൊഴിയുന്നത് ഞാൻ അറിഞ്ഞു. വെളിച്ചമെന്നത് ഞങ്ങളെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു. വെളിച്ചമെന്നത് തെരുവിൽ ഇടവിട്ട് തെളിയുന്ന നിയോൺ വെളിച്ചം മാത്രമായി. കുറെ നേരം കൂടി കഴിഞ്ഞപ്പോൾ യാത്ര നീളൻ പാതകൾ ഉപേക്ഷിച്ച് ഇടവഴിയിലേക്ക് തിരിയുന്നത് ഞാൻ അറിഞ്ഞു. ആദ്യം നഗരത്തിന്റെ വീഥിയിലൂടെ ആയിരുന്നു, കുറെ കഴിഞ്ഞപ്പോൾ അത് നീളൻ പാതകളിലേക്ക് കടന്നു. നീളൻ പാതയിലൂടെ കുറെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇടവഴിയിലേക്ക് തിരിയുകയാണ്. അതായത് ഗൾഫിന്റെ ഉൾഭാഗങ്ങളിലേക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നഗരം വിട്ട് ഏതോ ഗ്രാമത്തിലേക്ക്, ഉൾഭാഗത്തേക്ക് പോവുകയാണ്. പ്രകാശം എന്നത് അപ്പോൾ വളരെ അകലെ വരുന്ന വിളക്കുകാലുകൾ മാത്രമായി. പ്രകാശം എന്നത് ദൂരെ കാണുന്ന വെളിച്ചം മാത്രമായി. ഇടയ്ക്ക് എപ്പോഴോ നോക്കിയപ്പോൾ ഹക്കീം ആ ചാരിയിരിപ്പിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. നല്ല യാത്രാക്ഷീണം കാണും, ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഈ സമയത്ത് നജീബ് ഇതെല്ലാം കാണുകയും അറിയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ഹക്കീം ക്ഷീണം കൊണ്ട് ആ വണ്ടിയുടെ പുറകിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ യാത്ര ഇടവഴികൾ വിട്ട് മൺപാതയിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഇതാ വീണ്ടും യാത്ര ഉള്ളിലേക്ക് പോകുന്നു. നീളൻ പാതകൾ വിട്ടിട്ട്, ഇടവഴികൾ വിട്ടിട്ട് ഇപ്പോൾ വണ്ടി മൺപാതയിലേക്ക് കടന്നിരിക്കുന്നു. യാത്ര നീണ്ടു പോവുകയാണ്. വഴികൾക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. നഗരവീഥികൾ കഴിഞ്ഞു, ഇടവഴികൾ, നീളൻ പാതകൾ കഴിഞ്ഞു, ഇടവഴികൾ കഴിഞ്ഞു, ഇപ്പോഴിതാ മൺപാതകളിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ പ്രകാശം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞിരുന്നു. കൂരിരുട്ടായി, ഒരു വെളിച്ചം പോലുമില്ല മൺപാതയിലേക്ക് വണ്ടി കയറിയപ്പോൾ. പിന്നെ അന്ധകാരം മാത്രം, അന്ധകാരം, ഇരുട്ട്. പൊടിപടലം പറത്തിക്കൊണ്ട് ആ വാഹനം മൺകൂനകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. വണ്ടി പൊടിപടലം പറത്തുകയാണ്, അത് മൺകൂനകൾക്കിടയിലൂടെ. യഥാർത്ഥത്തിൽ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മരുഭൂമിയുടെ ഉള്ളിലൂടെയാണ്. മരുഭൂമി നിറയെ മണൽക്കൂനകൾ ആണല്ലോ മരുഭൂമി, മണൽ മാത്രമേ ഉള്ളൂ, പൊങ്ങിയും താണും മണൽ പരപ്പുകൾ. അങ്ങനെയുള്ള ആ മണൽ കൂനകൾക്കിടയിലൂടെയാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. കൂരിരുട്ടാണ്. നജീബിന് ഒന്നും വ്യക്തമല്ല, അവ്യക്തമായി മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. പൊടിപടലവും മറ്റും അനുഭവിക്കുന്നു എന്ന് മാത്രം.
നജീബ് വീണ്ടും ചിന്തിക്കുകയാണ്. വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം. അന്നേ ദിവസം നജീബ് എന്താണ് കഴിച്ചത്? വിമാനത്തിൽ നിന്നും ലഭിച്ച അല്പം പച്ചവെള്ളം, അല്ലാതെ യാതൊന്നും ഇന്ന് കഴിച്ചിട്ടില്ല. ചുരുക്കത്തിൽ നല്ല വിശപ്പ് നജീബിനുണ്ടായിരിക്കണം അല്ലേ? ആർക്കായാലും വിശക്കുമല്ലോ ഒരു ദിവസം ഒരല്പം പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരുന്നാൽ. വല്ലതും കഴിച്ചിട്ടിറങ്ങാൻ ശശി നിർബന്ധിച്ചിട്ടും കാലത്തെ വെപ്രാളത്തിന് കഴിക്കാൻ തോന്നിയിരുന്നില്ല. രാവിലെ പുറപ്പെടുമ്പോൾ, മുംബൈയിൽ നിന്ന് പോരുമ്പോൾ സുഹൃത്ത് ശശി ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നജീബിനെ നിർബന്ധിച്ചിരുന്നു. പക്ഷേ യാത്രയുടെ ആ വെപ്രാളം, അതുകൊണ്ട് മനസ്സിലുള്ള ആ വെപ്രാളം കൊണ്ട് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. വിമാനത്തിൽ നിന്നും കിട്ടിയ എന്തൊക്കെയോ ആഹാരങ്ങൾ കഴിക്കേണ്ട വിധം നിശ്ചയമില്ലാതിരുന്നതിനാൽ കഴിക്കാനും പറ്റിയില്ല. വിമാനത്തിൽ നിന്ന് ആഹാരം ലഭിച്ചിരുന്നു, പക്ഷെ അത് കഴിക്കാൻ കൈകൊണ്ട് വാരി കഴിക്കാൻ പറ്റുകയില്ല. നജീബ് ഒരു നാട്ടുംപുറത്തുകാരനാണ്. അതുകൊണ്ട് തന്നെ ഈ മറ്റു രീതിയിലെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിക്കാനും അയാൾക്ക് അറിയില്ല. അതുകൊണ്ട് വിമാനത്തിൽ നിന്ന് കിട്ടിയ ആഹാരവും അയാൾ കഴിച്ചില്ല. എനിക്ക് സത്യത്തിൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം മണൽ വാരി കരയ്ക്ക് അടുപ്പിക്കുമ്പോഴുണ്ടാകുന്ന മാതിരിയുള്ള കത്തുന്ന വിശപ്പ്. വെറും വിശപ്പല്ല, കത്തുന്ന വിശപ്പ്. നജീബ് നാട്ടിൽ മണൽവാരൽ തൊഴിലാളിയായിരുന്നു. പുഴയുടെ ആഴങ്ങളിൽ നിന്ന് മണൽ വാരി വഞ്ചിയിൽ നിറയ്ക്കുക. പല പ്രാവശ്യം പുഴയുടെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയി മണൽ മുകളിലേക്ക് കൊണ്ടുവന്ന് വഞ്ചിയിൽ നിക്ഷേപിക്കും. അങ്ങനെ വഞ്ചി നിറഞ്ഞു കഴിയുമ്പോൾ ആ വഞ്ചി കരയ്ക്ക് കൊണ്ടുവരികയും മണൽ അവിടെ ഇറക്കുകയും ചെയ്യുന്നു. വളരെ ശ്രമകരമായ ഒരു അധ്വാനം നിറഞ്ഞ പണിയാണ് ഈ മണൽ വാരൽ എന്നത്. അപ്പോൾ ഒരു വഞ്ചി നിറച്ച് മണൽ വാരി കഴിയുമ്പോഴേക്കും നജീബിന് നല്ല വിശപ്പാകും, നല്ല കത്തുന്ന വിശപ്പുണ്ടാകും. അതുപോലെയുള്ള ഒരു വിശപ്പ് ഇപ്പോൾ നജീബിന് അനുഭവപ്പെടുന്നു. എയർപോർട്ടിൽ വെച്ച് ഞാൻ വിശപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വിശന്ന് ചത്തേക്കുമെന്നാണ് ഹക്കീം പറഞ്ഞത്. ചുരുക്കത്തിൽ ഹക്കീമിനും നല്ല വിശപ്പുണ്ടായിരിക്കണം അല്ലെ? എയർപോർട്ടിൽ വെച്ച് വിശക്കുന്നു, നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വിശന്ന് ചത്തുപോകും എന്നാണ് ഹക്കീം പറഞ്ഞത്. തങ്ങളുടെ അർബാബ് വരാതിരുന്നതിനാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. അവരാ വിശന്ന് അർബാബിനെ കാത്ത് അങ്ങനെ ഇരുന്ന് സമയം കളയുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് എയർപോർട്ടിൽ വെച്ചും ഒന്നും കഴിക്കാൻ സാധിച്ചില്ല. ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഞങ്ങൾക്കിത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ, ഞങ്ങൾക്കിത്തിരി വെള്ളം മേടിച്ചു തരൂ എന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു. വിശപ്പ് അത്രയധികം ഉള്ളതുകൊണ്ട് ഉറക്കെ അലറണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കിത്തിരി ആഹാരം മേടിച്ചു തരൂ, വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് ആഹാരം മേടിച്ചു തരൂ, അല്പം വെള്ളം വാങ്ങിച്ചു തരൂ എന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പറയുന്നില്ല. എന്താണ് കാരണം? ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്നതല്ലാതെ ഒട്ടും പുറത്തേക്ക് വന്നതേയില്ല. പേടിയായിരുന്നു. അങ്ങനെ വിളിച്ചു പറയാൻ, അർബാബിനോട് പറയാൻ അവർ ആദ്യമായി കാണുന്ന ആളാണ് അവരുടെ യജമാനനായ ഈ അർബാബ്. എന്നിട്ടും അവർക്ക് ഭക്ഷണം മേടിച്ച് തരാൻ പറയാൻ, വെള്ളം മേടിച്ചു തരാൻ പറയാൻ പേടിയായിരുന്നു. എന്തായിരിക്കും ആ പേടിയുടെ കാരണം ആദ്യം തന്നെ ഈ അർബാബ് ഇവരോട് പെരുമാറിയ ആ കാര്യങ്ങൾ തന്നെ. അവരെ വളരെ പഴഞ്ചനായ വണ്ടിയിൽ തിടുക്കത്തിൽ കയറ്റുന്ന രീതി, അവരുടെ ബാഗുകൾ വലിച്ചെറിയുന്ന രീതി, അയാളുടെ ദേഷ്യത്തോടെയുള്ള അലർച്ച, ഇതൊക്കെ ഇവർക്ക് പേടി നൽകിയിരുന്നു. അതുകൊണ്ടാണ് ഭക്ഷണം മേടിച്ചു തരാൻ അവർക്ക് പറയാൻ ഭയമായത്. ആ നിലവിളി അർബാബിന് ഇഷ്ടമായില്ലെങ്കിലോ എന്നായിരുന്നു പേടിച്ചത്. അത് തന്നെയുമല്ല, കനത്ത ഇരുട്ടല്ലാതെ ആഹാരം കഴിക്കാൻ പാകത്തിൽ കടകൾ എന്തെങ്കിലും ഉള്ളതിന്റെ സൂചന വഴി കാണിച്ചതുമില്ല. ആ മരുഭൂമിയിൽ കടകൾ ഉണ്ടായിരിക്കുമോ? വെളിച്ചമില്ല, കൂരിരുട്ട്, മണല് മാത്രം. അവിടെ എവിടെ കടയുണ്ടാവാനാണ്? അപ്പോൾ അതിലും കാര്യമില്ല. വണ്ടി മൺപാതയിലൂടെ ഓട്ടം തുടങ്ങിയിട്ട് തന്നെ മണിക്കൂർ ഒന്നെങ്കിലും പിന്നിട്ടിരിക്കണം. ഈ മൺപാതയിൽ കടന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട്. വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
കുലുങ്ങി കുലുങ്ങി എനിക്ക് നടുവേദനിക്കാൻ തുടങ്ങിയിരുന്നു. ശ്വസിക്കാൻ ബുദ്ധിമുട്ടും വിധത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തൊരു യാത്രയാണിത്! എന്റെ പടച്ചോനെ, ഞാൻ അറിയാതെ പറഞ്ഞുപോയി. വളരെ കഷ്ടപ്പെട്ട ഒരു യാത്ര. ഈ പഴഞ്ചൻ വണ്ടിയിലെ മരുഭൂമിയിലൂടെ പൊടിപടലങ്ങളെല്ലാം ശ്വസിച്ച് കുലുങ്ങി 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 നടുവേദന വരെ വന്നിരിക്കുന്നു. ഇതെന്തൊരു യാത്രയാണ് എന്ന് വിചാരിച്ച് ദൈവത്തെ വിളിക്കുകയാണ്. പടച്ചോനെ എന്ന് അറിയാതെ പറഞ്ഞുപോയി. അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെ പോലെ എൻ്റെ മനസ്സിനെ വലം വച്ചു തുടങ്ങി. ശ്രദ്ധിക്കുക, ഒരു ചോദ്യമാണ്, പരീക്ഷയ്ക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. മണിയനീച്ചയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സാധാരണ ഈച്ച വളരെ ചെറുതായിരിക്കും, അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ഈച്ച. ഇത് നമ്മുടെ അടുത്ത് വന്നാൽ ഒരു പ്രത്യേക തരം ശബ്ദം എപ്പോഴും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും, ഒരു അരോചകമായ ഒരു ശബ്ദം. ആ ശബ്ദം കേൾക്കുന്നത് തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. മാത്രവുമല്ല, ഈ ഈച്ച നമ്മുടെ ചുറ്റും ഇങ്ങനെ പറന്നു നടന്ന് ശബ്ദം ഉണ്ടാക്കുകയും നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കാൻ നോക്കുകയും അറപ്പുണ്ടാക്കുന്ന ഒരു ജീവി തന്നെയാണ് ഈ ഈച്ച. നമുക്കത് ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ അതുപോലെ അങ്ങനെയുള്ള ആ മണിയനീച്ചയെ പോലെ എനിക്ക് എന്തെന്നറിയാത്ത ഒരു ഭീതി എൻ്റെ മനസ്സിൽ വലം വെച്ചു തുടങ്ങി. നജീബിന്റെ ഉള്ളിൽ ഇതാ ആദ്യമായിട്ടൊരു ഭയം കടന്നു വരികയാണ്. ഇതുവരെ അതുണ്ടായിരുന്നില്ല. കാരണമുണ്ട്. അകാരണമായ ഒരു സംശയം മനസ്സിനെ ഇറുക്കാൻ തുടങ്ങി. എന്തോ ഒരു സംശയം, താൻ ഏതോ ആപത്തിലാണ് വന്നുപെട്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ നജീബിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കാരണം നജീബ് ഗൾഫിനെ കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. തന്റെ നാട്ടിൽ നിന്നും പലരും ഗൾഫിലെത്തുകയും നല്ല ജോലി സമ്പാദിക്കുകയും നല്ല ശമ്പളം, നല്ല പണം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അവരെല്ലാം നല്ല സുഖപ്രദമായ ജീവിതമായിരുന്നു ഗൾഫിൽ നയിച്ചിരുന്നത്. എല്ലാവിധ ആഡംബരങ്ങളോടും സന്തോഷത്തോടും കൂടി അവർ ഗൾഫിൽ ജോലി ചെയ്യുകയും നാട്ടിൽ വരുമ്പോൾ അതുപോലെ തന്നെ പണവുമായിട്ട് വന്ന് നാട്ടിലും അവർ നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം നജീബിന് അറിയാം. നജീബ് കേട്ടിട്ടുണ്ട്, തന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഗൾഫിലെത്തുന്നത്. ഗൾഫിലെത്തുമ്പോൾ നല്ല ഒരു സ്ഥലത്ത് ജോലി, താമസിക്കാൻ നല്ല സൗകര്യങ്ങൾ, ധാരാളം പണം, ഇതൊക്കെയാണ് നജീബിന്റെ സ്വപ്നം. പക്ഷെ ഇവിടെ ഇപ്പോൾ കാണുന്നത്, ഈ എത്തിയപ്പോൾ തന്നെ നജീബിന് അനുഭവപ്പെട്ടത് എന്താണ്? നല്ലതാണോ? നല്ലതായ സൗകര്യങ്ങളാണോ? അവസരങ്ങളാണോ? അല്ല, തീർച്ചയായിട്ടും എന്തോ പേടിപ്പെടുത്തുന്ന ഒരു കോപിഷ്ഠനായ അർബാബ്, അയാളുടെ ഒരു പഴഞ്ചാടൻ വണ്ടി, ആ വണ്ടി ഇപ്പോ ഏതോ മണൽക്കൂനയിലൂടെ ഇങ്ങനെ പോവുകയാണ്, പൊടിയും പറത്തി അങ്ങനെ പോവുകയാണ്. അതൊക്കെ കണ്ടപ്പോൾ നജീബിന്റെ ഉള്ളില് ഒരു ഭയം ജനിക്കുകയാണ്. മണിയനീച്ചയെ പോലെ ഒരു ഭീതി എൻ്റെ മനസ്സിനെ വലം വച്ചു തുടങ്ങി. ഞാൻ മോഹിച്ച തരം, ഞാൻ സ്വപ്നം കണ്ട തരം ഒരു ഗൾഫിലേക്കല്ല എൻ്റെ ഈ യാത്ര നീളുന്നത് എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ഒരു തോന്നൽ വരികയാണ്, താൻ സ്വപ്നം കണ്ടതല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്ന്. വെറുതെ ഒരു തോന്നൽ, അതെന്റെ മനസ്സിൽ വെറുതെ തോന്നിച്ചതായിരിക്കും, എന്നാലും അങ്ങനെ ഒരു തോന്നൽ കടന്നു വന്നു. ശരിക്കും യഥാർത്ഥത്തിൽ അതൊരു തോന്നൽ മാത്രമായിരുന്നോ? അല്ല, തീർച്ചയായിട്ടും ആ തോന്നൽ ഒരു സത്യമായി ഭവിക്കുകയായിരുന്നു. നജീബ് അനുഭവിച്ച യാതനകൾ, യാതനകൾ, പീഡനങ്ങൾ എത്ര വലുതായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത തരം അനുഭവങ്ങളാണ് പിന്നീട് ആ മരുഭൂമിയിൽ ഈ അർബാബിന്റെ ജോലി സ്ഥലത്ത് നജീബ് അനുഭവിച്ചത്. ഇവിടെ മനസ്സിൽ വെറുതെ ഒരു തോന്നൽ കടന്നു വന്നു എന്ന് നജീബ് പറയുന്നു. പക്ഷെ അത് പിന്നീട് യാഥാർത്ഥ്യമായി ഭവിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആരിൽ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയൊന്നുമല്ല. എന്തോ എവിടെയോ ഒരു കുഴപ്പം മണക്കുന്നത് പോലെ. ഒന്നും വ്യക്തമല്ല. എന്തായാലും നജീബിന്റെ ഉള്ളിൽ എന്തോ ഒരു ആപത്ത് ശങ്ക കടന്നു വരികയാണ്. സ്വാഭാവികമാണ്, നമുക്കും പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ അങ്ങനെ തോന്നാറുണ്ട്. നമ്മൾ പറയാറുണ്ട്, നമുക്കൊരു ആറാം ഇന്ദ്രിയമുണ്ട്. ആ ഇന്ദ്രിയം നമുക്ക് മുൻകൂട്ടി അത് കാണിച്ചു തരും. അങ്ങനെ ചെയ്യരുത്, എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു, അതിൽ നിന്ന് പിന്മാറൂ, ഇങ്ങനെയൊക്കെ കാണിച്ചു തരും എന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ നജീബിന് തോന്നുകയാണ് എന്തോ ആപത്ത് വരാൻ പോകുന്നു, പക്ഷെ ഒന്നും വ്യക്തമല്ല.
ഈ സംശയം ഹക്കീമിനോട് പങ്കുവച്ചിരുന്നെങ്കിൽ അല്പം ആശ്വാസം കിട്ടുമായിരുന്നു. പക്ഷേ അവൻ നല്ല ഉറക്കമാണ്. ഉറങ്ങട്ടെ. ഒരു പക്ഷേ എന്റെ ആദി കേട്ടിരുന്നെങ്കിൽ, എന്റെ ഈ വെപ്രാളം, എന്റെ ഈ ആവലാതി അത് കേട്ടിരുന്നെങ്കിൽ അവൻ അപ്പോഴേ കരച്ചിൽ തുടങ്ങുമായിരുന്നിരിക്കണം. എന്തായാലും അവനോട് പറയാതിരുന്നത് നന്നായി. ഞാൻ എൻ്റെ ഈ തോന്നൽ പറഞ്ഞിരുന്നെങ്കിൽ, നമുക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്നൊരു സംശയം എനിക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ കിടന്ന് കരയുമായിരുന്നിരിക്കണം. സമയം എത്രയായെന്നറിയാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ശശിക്ക് വാച്ചൂരിക്കൊടുക്കാൻ തോന്നിയ നിമിഷത്തെ വീണ്ടും ശപിച്ചു. കയ്യിലൊരു വാച്ചുണ്ടായിരുന്നു. മുംബൈയിൽ നിന്നും പോരുന്ന സമയത്ത് ശശിക്ക്, സുഹൃത്തിന് അത് ഊരിക്കൊടുത്തു. അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സമയം എത്രയായി എന്നെങ്കിലും അറിയാമായിരുന്നു. അല്ലെങ്കിൽ എത്തുമ്പോൾ എത്തട്ടെ. സമയം അറിഞ്ഞിട്ട് എന്തു ചെയ്യാൻ? എന്റെ സ്വന്തം അർബാബിന്റെ വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. നജീബിന് അറിയില്ല തന്റെ സ്വന്തം അർബാബ് അല്ല തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, മറ്റൊരു അർബാബാണെന്ന്. അയാൾ വിശ്വസിക്കുകയാണ് തന്റെ സ്വന്തം അർബാബാണ് ഇതെന്ന്. അപ്പോൾ പിന്നെ എത്തുമ്പോൾ എത്തട്ടെ. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ്. പാവം, വെറുതെ ചിന്തിക്കുന്നു. എന്റെ അർബാബ്, അദ്ദേഹത്തിന്റെ കയ്യിൽ എനിക്ക് അദ്ദേഹം നല്ല ജോലി തരും, നല്ല ശമ്പളം തരും. അപ്പോൾ എന്റെ ജീവിതം അവിടെ ശോഭനമാണ്, സുരക്ഷിതമാണ്, പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. ഞാൻ പിന്നെ വെറുതെ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? പിന്നെ സമയത്തെ ഓർത്ത് ഞാൻ എന്തിന് വേവലാതിപ്പെടണം? എത്തുമ്പോൾ എത്തട്ടെ. ഞാൻ വണ്ടിയുടെ പിറകിൽ ഉണ്ടായിരുന്ന ഒരു പുൽക്കെട്ടിലേക്ക് തല മെല്ലെ ചായ്ച്ചു വെച്ച് കിടന്നു. മേലെ ആകാശത്ത് നക്ഷത്രങ്ങൾ അവയുടെ വെളിച്ചം ഒളിപ്പിച്ച് ഉറക്കമായി കഴിഞ്ഞിരുന്നു. മുകളിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നക്ഷത്രങ്ങളും മറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ നല്ല കൂരിരുട്ടായിരിക്കുന്നു എന്നർത്ഥം. വെറുതെ ആ കറുത്ത ആകാശശൂന്യതയിലേക്ക് കണ്ണുമിഴിച്ച് ഞാനങ്ങനെ കിടന്നു. വണ്ടിയുടെ ഒടുങ്ങാത്ത കുലുക്കവും ഇരമ്പലും എനിക്ക് ആ യാത്രാക്ഷീണത്തിൽ താരാട്ടായി. ഞാൻ ആ പുൽക്കെട്ടിൽ തല വെച്ച് അങ്ങനെ കിടന്നു. വണ്ടിയുടെ കുലുക്കവും അതുപോലെ ഇരമ്പലും എനിക്കൊരു പാട്ടുപോലെയായി. ആ കിടപ്പിൽ കിടന്ന് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. അങ്ങനെ നജീബ് ആ മൺകൂനകൾക്കിടയിലൂടെയുള്ള യാത്രയിൽ അറിയാതെ ആ പുൽക്കെട്ടിൽ തലവെച്ച് ഉറങ്ങിപ്പോയി. ബാക്കി ഭാഗങ്ങൾ ഈ നോവൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, സമയം കിട്ടുകയാണെങ്കിൽ ഒഴിവു സമയങ്ങളിൽ നിങ്ങൾ ഈ പുസ്തകം ഒന്ന് കണ്ടെത്തി വായിക്കുക. വളരെയധികം ഹൃദയസ്പർശിയായ ഒരു ജീവിത അനുഭവം തന്നെയാണ് നജീബിൻ്റെത്. ഒരു യഥാർത്ഥ ജീവിതം തന്നെ. ജീവിച്ചിരിക്കുന്ന ആ മനുഷ്യന്റെ കഥ, അയാൾ അനുഭവിച്ച യാതനയുടെ, പീഡനത്തിന്റെ കഥ വായിച്ചാൽ നമ്മുടെ കരളലിയും, മനസ്സലിയും. എത്ര ക്രൂരമായ അനുഭവങ്ങളാണ് നജീബ് അനുഭവിച്ചത്. ആടുജീവിതം എന്ന സിനിമ ഇന്നിറങ്ങിയിട്ടുണ്ട്. പൃഥ്വിരാജ് നജീബിന്റെ വേഷത്തിൽ അഭിനയിക്കുന്ന ആ സിനിമ നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഞാൻ പാഠഭാഗം വിശദീകരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വരാം. അതുവരെ